ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായം. അതിന്റെ 4-ാമത്തെ പദം. ഒന്ന് രാജാക്കന്മാർ 19:4 എടുത്തൊരാൾക്കായി. ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. മതി. ഹല്ലേലൂയ. ഇതാ ഏലിയാവ് കർമ്മേൽ മലമുകളിൽ വലിയ യാഗമൊക്കെ നടത്തി അതിൽ ജയാളിയായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇസബേൽ രാജാവാണ് ഇതിന്റെ മുമ്പിൽ ഇവനെതിരെ നിന്നത്. ഹല്ലേലൂയ. ആ രാജാവിന്റെ മുമ്പിൽ വെച്ചാണ് ഏലിയാവ് കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്താണ്? വലിയ യാഗങ്ങളൊക്കെ കടന്നു. അപ്പൊ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്വർഗത്തിന് തീ ഇറങ്ങി. മറ്റുള്ള ടീം രാജാവിന്റെ അവന്റെ കൂട്ടുകാരെ ബാൽ പ്രവാചകന്മാരെ കൊണ്ട് നിർത്തി. ധാരാളം പ്രവാചകന്മാരും അവന്റെ സാത്താന്റെ ആൾക്കാരും 850 പേരുണ്ടായിരുന്നു, മന്ത്രവാദികൾ. അവരെല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ അവർ യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയില്ല. ഹല്ലേലൂയ. പക്ഷെ ആര് പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ തീ ഇറങ്ങി? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ തീ ഇറങ്ങി. അവര് സാത്താന്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ 3 മണി ചായ കുടിക്കുന്ന സമയം വരെ അവർ സമയം കൊടുത്തിട്ട് അവർ ശരീരത്തിൽ വാളുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടൊന്നും അവിടെ പ്രാർത്ഥനയ്ക്ക് ആരും മറുപടി കൊടുത്തില്ല. ബാൽ പിശാച് എന്ത് ചെയ്തില്ല? മറുപടി കൊടുത്തില്ല. ഹല്ലേലൂയ. അതിനുശേഷം ഏലിയാവ് എന്ത് ചെയ്തു? എന്റെ അടുക്കൽ വരാൻ പറഞ്ഞു. അവൻ യാഗപീഠമെല്ലാം പണിതു. കഷ്ണമായി കാളെ വെട്ടി നുറുക്കി വെച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതാണ്: നമ്മൾ തീയിടാൻ പാടില്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ യാഗവസ്തു ദഹിപ്പിക്കണം. ഹല്ലേലൂയ. പക്ഷെ സാത്താന്റെ ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രവാചകനെ പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല? തീ ഇറങ്ങില്ല. പക്ഷെ ഏലിയാവ് ഈ ആട്ടിനെ, ഈ കാളത്തിന്റെ കഷ്ണ വെട്ടി നുറുക്കിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന: ദൈവമേ, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും ഞാൻ അങ്ങയുടെ മകനെന്നും നീയാണ് ഇസ്രായേൽ യഥാർത്ഥ ദൈവവും ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വർഗത്തിന് തീ ഇറങ്ങി യാഗപീഠത്തെ മുഴുവൻ കത്തിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, എന്നിട്ട് ഏലി അടുത്ത് ചെയ്ത കാര്യം, ബാലിന്റെ പ്രവാചകന്മാരെ ഒരുത്തരെ വിടൽ, അവനെല്ലാം പിടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്റെ കൂടെ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ആ 850 പിടിച്ചു, ഓരോന്നവരെ പിടിച്ചു ഏലിയാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഏലിയാവ് എല്ലാവരുടെ തലയെ വെട്ടി. കാരണം എവരാണ് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്ത് മന്ത്രവാദം ചെയ്ത ആൾക്കാരെ ഈ ദൈവത്തിൽ നിന്ന് അകറ്റി സാത്താന്റെ വഴി കൊണ്ടുപോയ 850 പേരുടെ തലയും വെട്ടി. ഹല്ലേലൂയ. അപ്പോ ഈ സംഭവങ്ങളെല്ലാം ആഹാബ് രാജാവ് ഇസബെൽ തന്റെ ഭാര്യയായ ഇസബെല്ലയോട് പോയി പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ രാജാവിന്റെ മുമ്പിൽ വെച്ച് രാജാവിനെ തോൽപ്പിച്ച് വീരശൂര പരാക്രമശാലി. 850 ബാലിന്റെ പ്രവാചകന്മാർ ഇവിടെ നിൽക്കാൻ വേണ്ടി ഒറ്റയ്ക്കേ ഉള്ളൂ. ദൈവത്തിന്റെ ആളായിട്ട് ഏലിയാവ് ഒറ്റയ്ക്കേ ഉള്ളൂ. മറുഭാഗത്ത് 850 ആൾക്കാര്, ഒരു രാജ്യം മുഴുവൻ, രാജാവും രാജ്യത്തിലെ സകല ആൾക്കാരും അവരുടെ സൈഡ്. ഇവിടെ ദൈവത്തിന് നിൽക്കാൻ ഒരൊറ്റ ദൈവത്തിന്റെ അഭിഷിക്തൻ മാത്രം, ഏലിയാവ് മാത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? ഏലിയാവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് ഈ ആഹാബ് രാജാവ് പോയി എന്ത് ചെയ്തു? തന്റെ ഭാര്യയായ ഇസബെല്ലോട് പറഞ്ഞു. ഹല്ലേലൂയ. ഇസബെല്ലയ്ക്ക് ദേഷ്യം വന്നു. എന്റെ 850 പ്രവാചകന്മാരെ അവൻ കൊന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് അവളൊരു ദൂതനെ അയച്ച് ഏലിയോട് പറയിച്ചു, നാളെ ഈ സമയത്ത്, ഇന്ന് നീ വൈകുന്നേരം 5 മണിയായപ്പോ എന്റെ പ്രവാചകന്മാരെ 850 കൊന്നു, അതേപോലെ നാളെ എന്ത് ചെയ്യും? ഇതേ സമയത്ത് 5 മണിക്ക് നിന്റെ തലയെ ഞാനും വെട്ടിയെടുക്കും. ഹല്ലേലൂയ എന്ന് ഇസബേൽ പറഞ്ഞയച്ചു. രാജാവിന്റെ ഭാര്യയായ ഇസബേൽ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ഈ ദൂതൻ വന്ന് ഏലിയോട് പറഞ്ഞത് ഏലിയാവ് വല്ലാത്ത ഭയം. അതുവരെ വീരശൂര പരാക്രമശാലിയായി വലിയ വെല്ലുവിളികൾ നടത്തി രാജാവ് വെല്ലുവിളിച്ച മനുഷ്യൻ അവിടെ വാക്ക് കേട്ടപ്പോൾ പേടിച്ചു. ഹല്ലേലൂയ. പേടി ഉള്ളിൽ കയറിയപ്പോ അവന് അടുത്ത ചിന്ത, ഇനി മരിച്ചാ മതി. ഹല്ലേലൂയ. കേട്ടോ, ഈ ഏലിയാവിന്റെ പ്രശ്നം കണ്ടോ?
ആദ്യം വലിയ വീരശൂര പരാക്രമശാലിയായി വലിയ അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യൻ ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറയുന്നത്, ഒരാളുടെ വാക്ക് കേട്ട് ആരെങ്കിലും അതിന് പറഞ്ഞ് നീ പേടിക്കാൻ തുടങ്ങിയാൽ അടുത്ത് നിന്റെ ഉള്ളിൽ കയറുന്ന മരണഭയമായിരിക്കും. ഹല്ലേലൂയ. ആര് എന്ത് പറഞ്ഞ് പറഞ്ഞ് നീ മുമ്പിലൊരു സ്റ്റെപ്പ് വെച്ച് പോയാൽ നിനക്കതിനെ ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. വലിയ പ്രവാചകനാണ്. ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതിനെ പിശാച എന്ന് പറഞ്ഞ് ഏലിയാവ് തള്ളിക്കളയുന്നതിന് പകരം അതിനെ കണ്ട് പേടിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ പിന്നെ അടുത്ത് കയറുന്നതാണ് മരണഭയം. അവൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, നാളെ എന്നെ അവളെ കൊല്ലുവോ എന്ന് പറഞ്ഞ് പേടിക്കരുത്. പക്ഷെ അവൻ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, 850 തലയെ വെട്ടിയെടുക്കാൻ എന്റെ കൂടെ നിന്ന ദൈവം നാളെ നിന്റെ തലയെ ഞാൻ വെട്ടിയെടുക്കുമെന്ന് ആ ഭൂതന്റെ അടുക്കൽ തിരിച്ചു പറഞ്ഞയച്ചാൽ മതി, തീരുന്ന പ്രശ്നമൊന്നും. ഇന്ന് ഞാൻ 850 തലയെ ഞാൻ വെട്ടിയെടുത്തു, ആ ദൈവം എന്റെ കൂടെ ഉണ്ട്, ഞാൻ നാളെ നിന്റെ തലയെ വെട്ടിയെടുക്കുമെന്ന് ഒരു വാക്ക് പ്രവാചകൻ പറഞ്ഞാൽ മതിയായിരുന്നു. അവൾ പേടിച്ചോടുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അത് ചെയ്യാതെ പെട്ടെന്ന് അവൻ പേടിച്ചു പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥലത്ത് നിന്ന് അവൻ പേടിച്ച് ഓടുകയാണ്. ഓടിപ്പോയി ആരും കാണാതെ ഒരു ചൂര ചെടിയുടെ മൂട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, അയ്യോ മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന ദൂതുണ്ട്. ഹല്ലേലൂയ. ഇതേപോലെ ആരുടെ വാക്ക് കേട്ട് ഇനി മരിച്ചാ മതി എന്ന് പറഞ്ഞ് ഇനി ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ നിന്റെ വീട്ടിനകത്ത് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ മനുഷ്യരുടെ വാക്ക് കേട്ട് നീ പേടിക്കരുത്. മനുഷ്യന്റെ വാക്ക് കേട്ട് നീ പേടിക്കരുത്. ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും ഈ ദൈവം നിന്റെ കൂടെ ഉണ്ട്. മനുഷ്യർ പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല. എന്റെ ദൈവം പറയുന്ന കാര്യം മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളെ യേശുവാണ്. ഇതുവരെ നിന്നെ ജയാളിയായി നടത്തി ഇതുവരെ കൊണ്ടു നിർത്തിയത് എന്റെ യേശുവാണ്. ആ യേശു നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ഇനി ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നടക്കത്തില്ല. ഇതുവരെ നടത്തിയ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ നെഞ്ചോട് ചേർന്ന് പിടിച്ച് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. അത് നീ മറക്കരുത്. ഇതുവരെ നിന്നെ നടത്തിയവൻ നാളെ നിന്നെ നടത്തും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് നീ ഭാരപ്പെടരുത്. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഭാരപ്പെടരുത്. ഇനി മരിച്ചാൽ മതി എന്ന് പറയരുത്. ഒന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് പറയരുത്. ഇന്ന് മക്കൾക്കുള്ള ഈ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് സ്ത്രീയുടെ വാക്ക് കേട്ട് മരിച്ചാമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ദൈവം അവനെ വിടാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് എന്താണ്? അയ്യോ, എനിക്ക് ഇനി മരിച്ചാൽ മതി, ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളും. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, ഏതെങ്കിലും പ്രശ്നം വരുമ്പോ ഇത് ഞാൻ തീർന്നത് തന്നെ, ഇത് എന്നെ കൊണ്ട് പാപത്തുള്ളൂ, ഞാൻ തീർന്നത് തന്നെ, ഇത് എന്നെ കൊണ്ട് പാപത്തുള്ളൂ, എന്തൊക്കെ നെഗറ്റീവ് വാക്കുകൾ പറയും. ഹല്ലേലൂയ. ഏലിയ പറഞ്ഞു, ഇനി മരിച്ചാൽ എന്നെ മരിച്ച ദൈവമേ എന്നെ എടുക്കണം, എനിക്ക് ജീവിക്കണ്ട, എന്നെ ഒന്ന് എടുത്താൽ മതി എന്നല്ലേ നമ്മൾ പറയാറുണ്ട് അല്ലേ? എത്രയും പ്രാവശ്യം പറഞ്ഞു, ഞാൻ പോയി എവിടെയെങ്കിലും പോയി പല വിഷമെല്ലാം വായിച്ച് മരിക്കാം, ചിന്തിച്ചാവാ. ഹല്ലേലൂയ. എന്തൊക്കെ എത്രയും പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ചു. ഹല്ലേലൂയ. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? ഏലിയാവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. ഏലിയാവ് മരിക്കാൻ വേണ്ടി ചൂര ചെടിയുടെ മൂട്ടിൽ കിടക്കുമ്പോൾ അവന്റെ അടുക്കൽ തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ മാനസികമായി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇനി മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഒരു ഇസബലിന് വിട്ടുകൊടുക്കത്തില്ല. നിന്നെ ഒരു സാത്താന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്കെതിരെ അപവാദങ്ങൾ പറയുന്നവർക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കാൻ ഞാൻ നിന്റെ ദൂതനെ അയക്കുന്നു. ഇന്ന് പകലുകളെ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഏലിയാവിന്റെ അടുക്കൽ എന്റെ ദൈവം ദൂതനെ അയച്ചത്. പക്ഷെ നിങ്ങളുടെ അടുക്കൽ ദൂതനല്ല അവൻ അയക്കുന്നത്. എന്റെ ദൈവം തന്നെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ യേശു അടുക്കൽ ഇറങ്ങി വന്ന് പറയുന്നു, ഭാരപ്പെടുന്ന മോളെ, ഞാൻ നിന്റെ
നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ സഹോദരങ്ങൾ നിന്നെ കൈവിട്ടാല്, നിന്റെ അപ്പ നിന്നെ കൈവിട്ടാല്, നിന്റെ ഭർത്താവിനെ കൈവിട്ടാല്, നിന്റെ അമ്മ നിന്നെ കൈവിട്ടാല്, നിന്റെ മക്കൾ നിന്നെ കൈവിട്ടാല്, ആരൊക്കെ നിന്നെ കൈവിട്ടാല് ഞാൻ നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാ ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്നു, ഹല്ലേലൂയ, അല്ലയോ ഏലിയാവേ, നീ എണീക്കാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദാ ദൂതൻ പെട്ടെന്ന്, ഈ വാക്കെന്ന് പറ, പെട്ടെന്ന്. പെട്ടെന്ന് ഈ വാക്കിന് ഭയങ്കര പ്രത്യേകത പറയാം. പെട്ടെന്ന് പെട്ടെന്ന് അവൻ മരിച്ചാ മതിയെന്ന് മരണവും നോക്കിക്കൊണ്ട് ഇനി മരിച്ചാ മതി, മരിച്ചാ ദൈവമേ പ്രാണൻ എടുക്കണമെന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഒരു ദൂതൻ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. അടുത്ത് ഞാൻ കരം കൊടുത്ത് പറയാം, പെട്ടെന്ന്. പെട്ടെന്ന് പറ, പെട്ടെന്ന്. പെട്ടെന്ന് ഈ വാക്കിന് ഭയങ്കര പെട്ടെന്ന് നിങ്ങളെ വീട്ടിന്റെ അകത്ത് അത്ഭുതം നടക്കും. പറ, പെട്ടെന്ന്. പെട്ടെന്ന് ദൂതൻ ഏലിയാവിന്റെ അടുക്കൽ ഇറങ്ങി വന്നതുപോലെ നിങ്ങളെ വീട്ടിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പെട്ടെന്ന് പറ, പെട്ടെന്ന് തലയിക്കുന്നത് എന്റെ വീട്ടിന്റെ അകത്ത് പെട്ടെന്ന് അത്ഭുതം നടക്കും. പെട്ടെന്ന് പെട്ടെന്ന് പിശാചി ഇതുവരെ ബന്ധിച്ചതെല്ലാം പൊട്ടിച്ചിട്ട് പെട്ടെന്ന് ഒരു അത്ഭുതം എന്റെ വീട്ടിന്റെ അകത്ത് നടക്കും. പറ, പെട്ടെന്ന്. പെട്ടെന്ന് 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 ഒരു അത്ഭുതം. പറ, പെട്ടെന്ന് പെട്ടെന്ന് ഒരു അത്ഭുതം. പെട്ടെന്ന് ഇവിടെ ദൂതൻ ഇറങ്ങി. എന്നിട്ട് പറയണം, ദൂതൻ ഏലിയാവിന് മരിക്കാൻ വേണ്ടി കിടക്കുന്നവനെ തട്ടി ഉണർത്തി പറയുകയാണ്, നീ എഴുന്നേറ്റ് തിന്നുക, കുടിക്കുക. ഹല്ലേലൂയ. മരിക്കാൻ വേണ്ടി കിടന്നവന്റെ അടുക്കൽ ദൂതൻ പറഞ്ഞിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, പെട്ടെന്ന് ദൂതൻ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നല്ല ഒരപ്പം ഹല്ലേലൂയ ഉണ്ടാക്കി എന്ത് ചെയ്തു? ചൂടോടെ കൊണ്ടുപോയി. ഇപ്പൊ കല്ലിന് ചുട്ടെടുത്തത് പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എടുത്തു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം തരുന്നത് ചൂടോടെയാണ്. നല്ല ഫ്രഷ് ആയിട്ടാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞത് ആഹാരമല്ല. ഏലിയാവിന് ദൈവം കൊടുത്ത ചൂടോടെ കല്ലിൽ അപ്പഴ് തന്നെ ചുട്ടെടുത്ത് അപ്പം എന്ത് ചെയ്തു? ദൈവം ഏലിയാവിന് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് ഒരു തുരുത്തി വെള്ളം. ഹല്ലേലൂയ. അത് ദൈവത്തിന് മനസ്സിലായി. ഇവൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി കണ്ട് പേടിച്ച് മറച്ച് കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഇപ്പൊ അവൻ ആവശ്യം ഭക്ഷണമാണ്, ആഹാരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ അവന് തട്ടി ഉണർത്തി. ഹല്ലേലൂയ. എന്നിട്ട് അപ്പവും കൊടുത്തു, വെള്ളവും കൊടുത്തു. ആ ദൂതൻ പറയണത് തിന്നാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ തിന്ന് കുടിച്ചിട്ട് എന്ത് ചെയ്യണ്? വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? അവന് വിശപ്പിനുള്ള ആഹാരം വെള്ളം കിട്ടി. എനിക്ക് ആഹാരം വെള്ളം കിട്ടിയില്ലെന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്യണം? കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ കിടന്ന് ഉറങ്ങാനല്ല എന്റെ ദൈവത്തിന്റെ പദ്ധതി. നിനക്കൊരു വലിയ ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. നീ ഹോരേബ് മലമുകളിൽ പോണം. ദൈവത്തിന് ചിലത് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ദൂതൻ തട്ടി ഉണർത്തി പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ നേരത്തെ ആഹാരം കൊണ്ട് ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും കുടിച്ചിട്ട് അവൻ 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് പർവ്വതം വരെ അവൻ നടന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ മരണം മാത്രം മുന്നിൽ കണ്ട് ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാം, ഹല്ലേലൂയ, നീ മരിക്കത്തില്ല. ഹല്ലേലൂയ. നീ ജീവനോട് ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ഓടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ഓടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കുന്നവർ കാണുകേ, നിന്നെ നിന്ദിക്കുന്നവർ കാണുകേ, അവർ കാണുകേ. ഹല്ലേലൂയ. നിന്നെ ഒറ്റപ്പെടുത്തി പരിഹസിക്കുകയും ചെയ്യുന്നവർ കാണുകേ, നീ എല്ലാ ദൈവത്തിന് വേണ്ടി ഓടാൻ പോകുകയാണ്.
ഹല്ലേലൂയ. എത്ര പേർ മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നിന്നെ തളർത്തിക്കളയാൻ നോക്കുന്നവർ കാണുകെ, നിന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുകെ, എന്റെ ദൈവം നിന്നെ ഓട്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം നിന്നെ ഓട്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മകൾക്ക് ദൈവം പറയുന്നു, നിന്റെ ഭയമല്ല എന്റെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. നിന്റെ ഭയമല്ല എടുത്തു മാറ്റുകയാണ്. നിന്റെ പ്രശ്നങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഏലിയാവിന് ധൈര്യം കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ മേൽ വന്ന് വീഴുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഏലിയാവിന് സ്വർഗ്ഗത്തിലെ ഒരു നേരത്തെ ആഹാരം കഴിച്ചപ്പോൾ തന്നെ അവൻ 40 രാവും പകലും നടന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ സ്വർഗ്ഗത്തിലെ ദൈവം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് കരങ്ങളെടുക്കുന്നവരെ സ്തുതിക്ക്. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി സകല പ്രശ്നങ്ങളെ ജയിക്കാനുള്ള, സകല പ്രതികൂലത്തെ ജയിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം ഇപ്പോൾ തന്നെ മരണം മാത്രം മുന്നിൽ കണ്ട് കിടന്നുറങ്ങിയ ഏലിയാവിനെ തേടി സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ സ്വർഗ്ഗം കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പെട്ടെന്ന് 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 ഏലിയവരുടെ ദൂതൻ ഇറങ്ങിയ പോലെ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്തിന് ദൈവം ഇറങ്ങിയിട്ട് ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചെയ്യുകയാണ്. ആരോ പറഞ്ഞ വാക്കിന് നിമിത്തം നീ വിഷമിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവത്തിന്റെ കൂടെയുണ്ട്. മനുഷ്യർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ നടക്കത്തില്ല, നടക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ കൂടെ ഉണ്ട്. എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തോൽക്കാൻ എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഒരു നിന്ന മാത്രമാക്കാൻ എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. മറ്റുള്ള മുമ്പിൽ ദൈവത്തിന്റെ വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുത്തില്ല. എന്റെ ദൈവത്തിന് അനുഗ്രഹമാക്കി മാറ്റം. മറ്റുള്ളവരെ തകർക്കാൻ നോക്കുമ്പോൾ എന്റെ ദൈവത്തിനെ ഉയർത്തും. മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുമ്പോൾ എന്റെ ദൈവത്തിനെ മാനിക്കും. മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ എന്റെ ദൈവത്തിനെ ഉയർത്തും. നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കുന്നു അവിടെ മുമ്പിൽ എന്റെ ദൈവത്തിനെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാരോട് ഇറങ്ങിനിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവോട് ഇറങ്ങിനിപ്പുണ്ട്. നിന്നെ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഈസബേൽ പറഞ്ഞു, ഹല്ലേലൂയ, നാളെ ഈ സമയത്ത് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം അവനെ ഉയർത്തി മാനിച്ചു. ഹല്ലേലൂയ. ദൈവം അവന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? വലിയ ധൈര്യത്തെ കൊടുത്തു. ഹല്ലേലൂയ. ഇസബേലിന്റെ വാക്ക് അവനെ കൊല്ലുന്നതാണെങ്കിൽ, ഹല്ലേലൂയ, അടുത്ത ദൈവത്തിന്റെ വാക്ക് അവന് ജീവനെ കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ഇസബേലിന്റെ വാക്ക് കേട്ട് അവന്റെ ഉള്ളിൽ മരണഭയം കയറിയെങ്കിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൂതന്റെ വാക്ക് കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ ജീവൻ വ്യാപരിച്ചു. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ ജീവൻ വ്യാപരിച്ചിട്ട് അവ ഹോരേബ് മലവരെ 40 ദിവസം തുടർച്ചയായിട്ട് നടന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ, ദൈവത്തോടൊപ്പം ഇരിക്കാൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് പർവ്വതം വരെ അവൻ നടന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഏലിയാവിനെ ദൈവം ആള് മാറിയവനെ പോലെ മാറ്റി. ഹല്ലേലൂയ. നമ്മൾ ഇതിന്റെ അടുത്ത അധ്യായം എടുക്കാമോ? ഈ 2 രാജാക്കന്മാർ എടുക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം എടുക്കാമോ? 2 രാജാക്കന്മാർ. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു രാജാവ്, 2 രാജാക്കന്മാർ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഇവിടെ ഇസബേലിനെ കണ്ട് പേടിച്ച് ഓടിയ ഏലിയാവ് അടുത്തൊരു രാജാവിനെ നോക്കി വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഇസബേലിന്റെ വാക്ക് കേട്ട് ഓടി ഒളിച്ചവൻ, ഹല്ലേലൂയ, ഓടി ഒളിച്ചവൻ, ഹല്ലേലൂയ, ഇതാ അടുത്തൊരു രാജാവിനൊക്കെ വെല്ലുവിളിക്കണം. മനസ്സിലായോ? ഇസബേലിന്റെ വാക്ക് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ മരണഭയം കയറി. പക്ഷെ അത് ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ അവൻ ധൈര്യശാലിയായി മാറി. ദൈവത്തിന്റെ ജീവൻ അവന്റെ മേൽ പ്രത്യക്ഷമാകാൻ തുടങ്ങി. മനസ്സിലായി? ഏത് വേണം? മനുഷ്യന്റെ വാക്ക് നിങ്ങൾ കേൾക്കുമോ? ദൈവത്തിന്റെ വാക്ക് കേട്ടു.
ദൈവത്തിന്റെ വാക്ക്. മനുഷ്യന്റെ വാക്ക് കേട്ടാൽ നിന്റെ ഉള്ളിൽ മരണഭയം കയറും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ടാൽ നിന്റെ ഉള്ളിൽ ജീവന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ മേൽ ധൈര്യം വെളിപ്പെടും. ഹല്ലേലൂയ. ഇതാ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതാ അഹസ്യാവ് എന്ന രാജാവ്. ഹല്ലേലൂയ. ഇവിടെ ഇതാ ആഹാബ് മരിച്ച ശേഷം മോവാബ് ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമര്യയിലെ തന്റെ മാളികയുടെ കിളിവാതിൽ കൂടെ ദീനം പിടിച്ചു. ഹല്ലേലൂയ. ഇത് അഹസ്യാവ് എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്തു? ഇതാ വീണ് മാളിക മുറിയുടെ പുറത്തു നിന്ന് പിടിക്കുമ്പോ വീണ് അവന് ദീനം പിടിച്ചു. ഹല്ലേലൂയ. അടുത്ത് തന്റെ ദൂതന്മാരെ അയച്ചിട്ട് ഈ രാജാവ് പറയുകയാണ്, നിങ്ങൾ പോയി എക്രോനിലെ ദേവനായ ബാൽ-സെബൂലിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്റെ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് നിങ്ങൾ അപ്പുറത്തെ രാജ്യമായ എക്രോനിലെ ദേവനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ചോദിപ്പിൻ എന്ന് പറഞ്ഞു. അവ എക്രോനിലെ ദേവനായ ബാൽ-സെബൂലിനോട് ചെന്ന് ചോദിപ്പിൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിശ്ബേനെ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബാലിനോട് ചോദിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇതാ ഈ ദൂതന്മാർ ഈ രാജാവ് പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്തു? അപ്പുറത്തെ രാജ്യത്തിൽ പോയി അവിടുത്തെ ബാൽ ദേവനോട് എന്ത് ചെയ്യാണ്? ആലോചന ചോദിക്കാൻ വേണ്ടി, ഞാൻ ഇപ്പൊ വീണ് താഴെ വീണ് എനിക്ക് സുഖമല്ല കിടക്കണ, എന്റെ ദീനം മാറി എനിക്ക് എപ്പോ സൗഖ്യം വരുമെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് തന്നെ ദൈവം ഏലിയോട് പറയാണ്, ഇതാ അവന്റെ ദൂതന്മാർ ഈ വഴിക്ക് വരുന്നത്, നീ പോയി പറയേണ്ടത്, അഹസ്യാവ് രാജാവേ, നീ കിടക്കുന്ന കട്ടിലിൽ നീ എണീക്കത്തില്ല, കട്ടിലോടെ തന്നെ ചത്തുപോകും. ആരോടത്താ പറയുന്നേ? ദൂതന്മാരുടെ രാജാവ് തിരിച്ച് പറയണം. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലായോ? രാജാവിന് പറയണം, നീ ദൂതന്മാരോട് പറയണം, നിങ്ങൾ തിരിച്ചു പോയി ആ രാജാവിനോട് പറയണം, അഹസ്യാവിനോട് പറയണം, നീ കിടക്കുന്ന കട്ടിലിൽ എണീക്കത്തില്ല, കട്ടിലിൽ കിടന്ന് നീ ചത്തുവോ, ഇതോടെ നീ തീരും. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഏലിയാവ് തന്റെ ഇടത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൂതന്മാർ തിരിച്ചുപോയി രാജാവ് പറഞ്ഞു, രാജാവേ, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, അല്ലയോ ദൂതന്മാർ, അവന്റെ വേഷം എന്താണ്? അവൻ ആട്ടുംതോലിട്ട രോമം ധരിച്ചവനാണോ? അവർ പറഞ്ഞു, ഓ, അവനെ കണ്ട ഒരു പ്രാന്തനെ പോലെയാണ് ഇരിക്കുന്നത്. അവർ പറഞ്ഞു, അതെ. അപ്പൊ അവൻ പറഞ്ഞു, ഇത് ഏലിയാവല്ലാതെ വേറെ ആരും അല്ല. ഹല്ലേലൂയ. എന്നിട്ട് രാജാവ് ദേഷ്യം കയറി. അവ ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് സുഖാവത്തില്ല, ഞാൻ കിടക്കുന്ന കട്ടലിൽ തന്നെ വീട് ഞാൻ ചാവോ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ഹല്ലേലൂയ. അന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി തന്നെ അവൻ വീട് മരിച്ചു. കട്ടിലിൽ കിടന്ന് തന്നെ എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അടുത്ത് വന്ന രാജാവിന് ദേഷ്യം വന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നേ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞത് ഏലിയാവിനെ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കുറെ ആൾക്കാരെ അയച്ചു. 50 പേരെയും അതിന് തലവനെ 51 പേരായിട്ട് എന്ത് ചെയ്തു? ഏലിയാവിനെ പിടിക്കാൻ വേണ്ടി ആളെ അയച്ചു. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരുവൻ രോമവസ്ത്രം ധരിച്ച് തോൽമാർ കെട്ടിയ ആളായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ തിശ്ബിനെ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ ചെന്ന് അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുത്രൻ എങ്കിൽ ആകാശം തീയിറക്കി നിന്നെ നിന്റെ 50 പേരെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. മനസ്സിലായോ? നേരത്തെ ഇസബേൽ പറഞ്ഞ ഒരു വാക്ക് കേട്ട് എന്ത് ചെയ്തു? പേടിച്ചോടി. ഇസബേൽ പറഞ്ഞ വാക്ക് പേടിച്ചോടി. അയ്യോ, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പേടിച്ചോടി. ഇപ്പം പറയാണ്, ഞാൻ ദൈവപുരുഷനെങ്കിൽ, നിങ്ങൾ എന്നെ ദൈവപുരുഷൻ എന്നല്ലേ വിളിച്ചത്? ദൈവപുരുഷനെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ 51 പേരെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഇപ്പൊ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ തന്നെ ഏലിയ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി എന്ത് ചെയ്തു? 51 പേരെ ദഹിപ്പിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. അടുത്ത് വീണ്ടും ആ രാജാവ് 51 പേരെ വീണ്ടും വെച്ച്. 50 പേരുമാണ് തലവൻ ഒരു വ്യക്തി. അങ്ങനെ 51 പേര്. ഹല്ലേലൂയ. അവരും വന്ന് പറഞ്ഞു, രാജാവിനെ വിളിക്കുന്ന
നിന്ന് നിന്നെ പിടിച്ചോണ്ട് വരാൻ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനെങ്കിൽ ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറങ്ങി നിന്നെ നിന്റെ 50 ആൾക്കാരെ കൊല്ലുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ തന്നെ 51 പേരെ അവിടെ വെന്തുമരിച്ചു. സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ ഈ ദൈവം നിങ്ങളോട് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓടിച്ച് നിങ്ങൾ പേടിച്ച് ഓടി ഒളിച്ചാൽ ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്തൊക്കെ പ്രതികൂലം വന്നാലും, കടക്കാർ അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും, അയൽവാസികൾ അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും പേടിച്ച് ഓടരുത്. നിങ്ങൾ ദുഃഖിച്ച് മൂലയിൽ പോയിട്ട് കരയരുത്. നിങ്ങൾ തന്റെ ഇടത്തോടെ നിന്നാൽ എന്റെ ദൈവം നിങ്ങൾ ആരെന്ന് തെളിയിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മളെ ദൈവം തെളിയിക്കാൻ പോവേ. ഇവിടെ നിങ്ങളുടെ പറയുന്ന ദൈവം നിങ്ങളെ തെളിയിക്കാൻ പോകണം. എത്ര പേര് മനസ്സിലാവും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കച്ചറയും കണ്ണുനീര് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ മറ്റുള്ളവർ ഒരു പക്ഷേ കൈകൊട്ടി ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഹല്ലേലൂയ. പക്ഷേ അടുത്ത ലെവൽ എന്ന് പറയുന്നത് എന്റെ ദൈവം നിങ്ങളെ ഉയർത്തി മാനിച്ച് അവിടെ തെളിയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നീ ആരെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം നിന്റെ കൂടെ എന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നീ ഒരു ദൈവ പുരുഷനെന്ന്, നീ ഒരു ദൈവത്തിന്റെ മകളെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നിന്റെ ദേശത്ത് നീ ഒരു ദൈവത്തിന്റെ മകളെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. നീ പുറത്തു വരാതിരിക്കാൻ പിശാച് കെട്ടുകൾ പൊട്ടിമാറുന്നു. നിന്നെ തകർക്കാൻ പിശാച് കെട്ടുകൾ പൊട്ടിമാറുകയാണ്. ഇന്ന് മകൾക്ക് നിന്നെ തകർക്കാൻ ആരൊക്കെ എങ്ങനെയൊക്കെ മന്ത്രവാദം ചെയ്താലും, ഏതൊക്കെ രീതിയിൽ അവർ നിന്നെ തകർക്കാൻ നോക്കിയാൽ ഞാൻ പറയാ, എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. നീ ആരൊക്കെ നിനക്കെതിരെ ആരൊക്കെ ഇടയിൽ വന്നാലും ശരി തന്നെ എന്റെ ദൈവത്തിനെ വിട്ടുകൊടുക്കത്തില്ല. നീ ആരാണെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. 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 കരങ്ങളടിച്ചവരെ സ്തുതിക്ക്, കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. ഓ, കഴിഞ്ഞ നാളുകൾ നീ പേടിച്ചോടിയെങ്കിൽ, കഴിഞ്ഞ നാൾ നീ പേടിച്ചോടിയെങ്കിൽ ഇന്ന് ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങിരിപ്പുണ്ട്. എന്റെ യേശുവിടെ ഇറങ്ങിരിപ്പുണ്ട്. കുട്ടോളമല്ല അരയുടെ പോരാ നീന്തിയിട്ടല്ല കിടപ്പാ വയ്യാതെ വേണ്ട. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. എന്റെ സ്വർഗ്ഗം ഇറങ്ങിരിപ്പുണ്ട്. യേശുവിടെ ഇറങ്ങിരിപ്പുണ്ട്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി. ഓ, ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങിരിപ്പുണ്ട്. എന്റെ ദൈവം ഇറങ്ങിരിപ്പുണ്ട്. യേശുവിടെ ഇറങ്ങിരിപ്പുണ്ട്. ഇത് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങിരിപ്പുണ്ട്. അവൻ നിങ്ങളെ തെളിയിക്കാൻ പോവുകയാണ്. എന്റെ യേശുവിനെ തെളിയിക്കാൻ പോവുകയാണ്. ഏലിയാവിനെ തെളിയിച്ചു. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനെങ്കിൽ ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങി നിന്നെ നിന്റെ 50 ആൾക്കാരെ ഇപ്പൊ നശിപ്പിക്കും, കാത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിക്കുന്ന പോലെ ഈ നാളുകളിൽ ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. നിന്നെ തകർക്കാൻ നോക്കിയവരെ, നിന്നെ പിടിച്ചു കെട്ടാൻ നോക്കിയവരെ എന്റെ ദൈവം തകർക്കാൻ പോവുകയാണ്. നീ തകർന്നു പോകത്തില്ല. നീ നശിച്ചു പോകത്തില്ല. നിന്നെ ആരൊക്കെ തകർക്കാൻ നോക്കിയോ, ആരൊക്കെ നിന്നെ നശിപ്പിക്കാൻ നോക്കിയോ അവരെ ദൈവം നശിപ്പിക്കാം. അവരെ ദൈവം നശിപ്പിക്കാം. നീ ആരാണെന്ന് എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോവുകയാണ്. എന്റെ ദൈവത്തിനെ തെളിയിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നൽകുന്നത് കരങ്ങളടിച്ചാൽ സ്തുതിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. സ്വർഗ്ഗത്തിൽ പകൽക്കാലം ഇറങ്ങിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തോട് ഇറങ്ങി. ഓ ജീസസ് ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരയോടെ ചലിക്കുകയാണ്. ഒരു അസാധാരണ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തോട് ഇറങ്ങിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. റീഷ രാധ രമ, ഓ റീഷ രാധ രമ ജഗേ രഗേ നദാ രമ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഏലിയാവിനെ പിടിക്കാൻ വീണ്ടും അടുത്ത 50 പേര് വരികയാണ്. 51 പേര് വരികയാണ്. ഹല്ലേലൂയ. അവർ വന്നിട്ട് ഏലിയാന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങളെ ഒന്നും നീ ചെയ്യരുത്, ഞങ്ങൾ നിന്റെ സേവകരാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഇനി നിനക്ക് എവരോട് കൂടെ എന്ത് ചെയ്യാം, പോകാം, എവരോട് കൂടെ പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. നേരെ രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു, രാജാവേ
നീ കേറിയ ഇതിൽ പറയുന്ന ആദ്യം പറഞ്ഞു, നീ ഇസ്രായേൽ ഒരു ദൈവമില്ലാഞ്ഞിട്ടാണോ നീ അപ്പുറത്ത് എക്രോന്റെ അടുക്കൽ ബാൽ ദേവന്റെ അടുക്കൽ ഹല്ലേലൂയ നീ ദൂത് ചോദിക്കാൻ പോയത്? ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് നീ അറിയും. പറ, ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് നീ അറിയും. ഹല്ലേലൂയ. നീ കേറിയിരിക്കുന്ന ഈ കട്ടലിൽ കിടന്ന് ഇറങ്ങാൻ തന്നെ നീ മരിക്കുമെന്ന് രാജാവ് തന്റെ ഇടത്തോടെ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഏലിയ പുറത്തിറങ്ങിയപ്പോ തന്നെ ആ രാജാവ് മരിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, ഇതാണ് എന്റെ ദൈവം, ഇതാണ് എന്റെ ദൈവം. അവൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവൻ നിന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ മന്ത്രം ചെയ്യുന്നവർ മനസ്സിലാക്കി നീ ആരാണെന്ന് അവർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് നിന്നെ കുറിച്ചൊരു വിലയില്ല, അവർക്ക് നിന്നെ കുറിച്ച് അറിയാം. ഇതാ ഇവർക്കെതിരെ എത്ര ലക്ഷം രൂപയുടെ മന്ത്രമാണ് നമ്മൾ നടത്തിയിട്ടും അവളെ തകർക്കാൻ എന്തെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, നിന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓട്ടിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ ഓട്ടിക്കാൻ നോക്കുന്നവരെ തകർക്കുകയാണ് എന്റെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. നീ ഓടത്തില്ല, നീ ഓടത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കുന്നവർ അവർ തന്നെ തകർന്നു പോകുന്നത്, അവർ തന്നെ തകരും, അവർ തന്നെ തകരും. ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ഏലിയാവിന് ദൈവം തെളിയിച്ചതുപോലെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോകുകയാണ്. വരുന്ന പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ഇന്ന് പകൽക്കാലം ദൈവം അഗ്നി ചോരക്കത്ത കണ്ണുള്ളവൻ, മാറത്ത് മുൻകൈ കെട്ടിയവൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പണ്ട. നീ ഒന്ന് നിന്നാ മതി. ചോദിക്കുന്നത് തീ കൊണ്ട് എന്റെ ദൈവത്തിലെ ശത്രുക്കളെ കത്തിക്കാൻ പോവുകയാണ്. ചോദിക്കത്തിലെ തീയാണ് എന്റെ ദൈവത്തിലെ ശത്രുക്കളെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിന്നെ നിന്റെ മക്കളെ തകർക്കാൻ നോക്കുന്നവരെ എന്റെ ദൈവം തകർക്കാൻ പോവുകയാണ്. നീ ഒന്ന് നിന്നുകൊടുത്താൽ മതി. ചോദിക്കത്തിലെ തീ ഇറങ്ങി ഏലിയാവിനെ പിടിക്കാൻ വന്നവരെ കത്തിച്ചതുപോലെ നിന്നെ തകർക്കാൻ നോക്കുന്നവരെ, നിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നവരെ എന്റെ ദൈവം തകർക്കാൻ പോവുകയാണ്. ഓ ജീസസ്, 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 ജീസസ്. ഇപ്പാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ റബ ജഗേ രംഗേ നദാ റബ ജഗേ രംഗേ ഇപ്പാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പണ്ട, യേശുവിൽ ഇറങ്ങി നിൽപ്പണ്ട. നിനക്ക് വേണ്ടി നിനക്ക് നീ ഒന്ന് ദൈവത്തിന്റെ കരത്തിൽ നീ നിന്നുകൊടുത്താൽ മതി. അവന്റെ കരത്തിൽ നീ നിന്നുകൊടുത്താൽ മതി. ഇന്ന് പകൽക്കാലം അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ യേശു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. നിന്നെ തകർക്കത്തില്ല, നിന്നെ തകർക്കത്തില്ല. ആരും നിന്നെ ഓട്ടിക്കത്തില്ല, ആരും നിന്നെ വീട്ടിൽ ഇറക്കി വിടത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം പറയാൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ അത് കാണാൻ പോകുകയാണ്. ഓഹോ ജീസസ്, ജീസസ്, ജീസസ്. ഇന്ന് പകൽക്കാലം ദൈവത്തോടൊപ്പം നീ നിൽക്കാൻ തയ്യാറാണോ? എന്റെ ദൈവത്തോടൊപ്പം നീ നിൽക്കാൻ തയ്യാറാണോ? എന്റെ ദൈവത്തോടൊപ്പം നീ നിൽക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പണ്ട, എന്റെ യേശുവിനോട് ഇറങ്ങി നിൽപ്പണ്ട. ഈ ദൈവത്തോടൊപ്പം നീ നിൽക്കാൻ തയ്യാറായാൽ, ഈ ദൈവത്തോടൊപ്പം നീ നിൽക്കാൻ തയ്യാറായാൽ ഈ ദൈവം നിന്നെ തെളിയിക്കാൻ പോകുകയാണ്. ഈ ദൈവത്തിനെ തെളിയിക്കാൻ പോകുകയാണ്. ഏലിയാവിനെ തെളിയിച്ചതുപോലെ, ഏലിയാവിനെ തെളിയിച്ചതുപോലെ നിന്നെ തകർക്കാൻ എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഈ ദൈവത്തിന് വേണമെങ്കിൽ ഇസബെല്ലയ്ക്ക് ഏലിയാവിനെ വിട്ടുകൊടുക്കാൻ, അല്ലേ? ഇസബെല്ല മുമ്പിൽ ഏലിയാവിന് ദൈവത്തെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അവൾ എന്ത് ചെയ്യുമായിരുന്നു? ഏലിയാവിന്റെ തലയെ വെട്ടിയെടുക്കുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ എന്റെ ദൈവം വിട്ടുകൊടുത്തില്ല. അവിടെ മുമ്പ് ജയാളിയായി ദൈവം മാറ്റി. അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? പിന്നത്തിൽ അവളെ കുറിച്ച് പഠിക്കുമ്പോൾ അവളെ ദൈവം എന്ത് ചെയ്തു? അവളെ തകർത്തിട്ട് അവളെ രക്തത്തെ നായ്ക്കൾ വന്ന് നക്കി കുടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷിക്തനെ കൊല്ലാൻ നോക്കിയവളെ, തകർക്കാൻ നോക്കിയവളെ പട്ടികൾ വന്ന് എന്ത് ചെയ്തു? അവിടെ രക്തത്തെ നായ്ക്കൾ നക്കി കുടിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഒരു അഭിഷിക്തനെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, നിനക്ക് ചോദിക്കാൻ പറയാൻ ഒരു ദൈവമുണ്ട്. നീ ചോദിക്കാൻ പറയാൻ പോണ്ട. നീ മിണ്ടാതിരുന്ന ദൈവം പറയുന്നു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക.
ഹല്ലേലൂയ. ദൈവം പറയും, ഞാൻ മിണ്ടാതിരുന്ന് നീ ദൈവമെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവത്തിനെ തെളിയിക്കാൻ പോകുകയാണ്. ഈ ദൈവത്തിനെ തെളിയിക്കാൻ പോകുകയാണ്. ഈസബെല്ല മരിച്ച് മണ്ണടിഞ്ഞ് പോയപ്പോൾ ഇതാ ഏലിയാവ് ചങ്കറ്റത്തോടെ നിന്ന് അടുത്ത രാജാവിലേക്ക് വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജീവിക്കുന്ന ഒരു ദൈവമില്ലാഞ്ഞിട്ടാണോ നീ അപ്പുറത്തെ ബാലിനെ തേടി പോകുന്നേ? നീ അപ്പുറത്ത് സാത്താനെ തേടി പോകുന്നേ? അങ്ങനെ നീ ദൈവത്തെ തള്ളിയിട്ട് സാത്താനെ തേടി പോയത് കൊണ്ട് നീ കിടക്കുന്ന കട്ടിലിൽ നീ ഇറങ്ങാതെ നീ കട്ടിലിൽ കിടന്നതിനെ മരിച്ചു. ഓ ജീസസ്, ജീസസ്. ഇന്ന് പകൽ ഇതാണ് ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ വിളിച്ച് ഞാൻ പറയാം, നിങ്ങളെ തൊടാൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റത്തില്ല. ഏലിയാവിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെ ഇരിക്കുകയാണ്. ഏലിയാവിനോട് ഇറങ്ങിയ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഒന്നും എഴുതിയെടുക്കാമോ? ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തതുപോലെ, ഏലിയാവിനെ തെളിയിച്ചതുപോലെ, ഇസബെല്ലെ അവളെ നായ്ക്കൾ വന്ന് അവളെ കടിച്ചു കീറി തിന്നു. ഹല്ലേലൂയ. ഇസബെല്ലെ നായ്ക്കൾ കടിച്ചു കീറി തിന്നു. അവളുടെ രക്തം, ഹല്ലേലൂയ, നായ്ക്കൾ നക്കി കുടിച്ചു. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ പ്രിയപ്പെട്ട അഭിഷേകത്തിന് ദൈവം വീണ്ടും ധൈര്യത്തോടെ അടുത്ത രാജാവ് വന്നിട്ടും അവനെ നോക്കി പ്രവചിക്കാൻ, ഹല്ലേലൂയ, അവന്റെ മരണം കാണാൻ, അവന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ, അവൻ പിടിക്കാൻ പറഞ്ഞയച്ചവരെ സ്വർഗ്ഗ തീരെ കത്തിക്കാൻ എന്റെ ദൈവം അവിടെ നിർത്തി അവന് ദൈവത്തിന്റെ അഭിഷേകത്തെ പകർന്നെങ്കിൽ ഇന്ന് പകൽക്കൽ നീ വെറും ഒരാളല്ല. നിന്റെ മേൽ ദൈവവിളി ഉണ്ട്. നീ ദൈവത്തോട് കൂടെ നടക്കുന്നവളാണ്. എന്റെ ദൈവത്തിനെ തെളിയിക്കാൻ പോകുകയാണ്. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എല്ലാവർക്കും എഴുതി നിൽക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൽ ദൈവത്തിനെ തെളിയിക്കാൻ പോകണം. ദൈവം നീ ആരെന്ന് തെളിയിക്കും. ദൈവം നീ ആരെന്ന് തെളിയിക്കുക. ആര് നിനക്കെതിരെ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ തിരിച്ചൊരക്ഷരം മിണ്ടരുത്. ഹല്ലേലൂയ. മിണ്ടിയ നീ തോറ്റു. മിണ്ടിയ ദൈവം തെളിയിക്കത്തില്ല. നീ മിണ്ടാതെ കൂടാത്തി നടക്കണം. നീ ചെയ്യുന്നതുപോലെ ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അതിന് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ പറയും, ഇസബെല്ലയ്ക്ക് സംഭവിച്ചത് നിന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് സംഭവിക്കും. പക്ഷേ നീ എന്ത് ചെയ്യും? ദൈവത്തിനെ പ്രവചിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നീ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നീ ദൈവത്തിന്റെ മകളായതുകൊണ്ട്, ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വെളിപ്പെടുകയാണ്. വിവാദന ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വെളിപ്പെടുകയാണ്. വിവാദന സ്വർഗ്ഗത്തിൽ ഇറങ്ങിയപ്പോൾ കരങ്ങളടിച്ചവനെ സ്തുതിക്ക്. ആ കരങ്ങളടിച്ച് വിവാദന അവനെ സ്തുതിക്ക്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര മഹത്വം. നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല യേശുവിന്റെ ഇറങ്ങിപ്പാട് ജയക്കൊടി പിടിച്ചു ഞാൻ പാടിടുവേ, ഹല്ലേലൂയ പാടിടുവേ. ജയക്കൊടി പിടിച്ചു ഞാൻ പാടിടുവേ, ഹല്ലേലൂയ പാടിടുവേ. സാത്താന്റെ തലയെ തകർത്തിരിച്ചു, ജയത്തെ നമുക്കായി തന്നേച്ചു. സാത്താന്റെ തലയെ തകർത്തിരിച്ചു, ജയത്തെ നമുക്കായി സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ, അവരെ ചന്ദ്രകൾ കത്തിയല്ലോ, സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ, അവരെ ചന്ദ്രകൾ കത്തിയല്ലോ. സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ, അവരെ യേശുവിന്റെ
കത്തിയല്ലോ സാത്താന്റെ കോട്ടകൾ തകർത്തുവല്ലോ അങ്ങനെ കത്തിയല്ലോ അനുകൂലമായ പ്രതികൂലമായ അനുകൂലമായ പ്രതികൂലമായ തുറക്കാത്തവാതിലുടങ്ങും തുറന്നു തുറക്കാത്തവാതിലുടങ്ങും സാത്താന്റെ കോട്ടകൾ തകർത്തുവല്ലോ അങ്ങനെ കത്തിയല്ലോ ത്രേ യേശുവിൻ ഭജൻ പാടത്രേ യേശുവിൻ നാമം ത്രേ യേശുവിൻ ഭജൻ പാടത്രേ യേശുവിൻ യേശുവിൻ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനെ കത്തിയല്ലോ സാത്താന്റെ കോട്ടകൾ തകർന്നുവല്ലോ അവനെ കത്തിയല്ലോ സാത്താന്റെ കോട്ടകൾ തകർത്തുവല്ലോ അവനെ കത്തിയല്ലോ ജയക്കൊടി പിടിക്കുന്ന പാടിടുമേ ഹല്ലേലൂയാസ് പാടിടുമേ ജയക്കൊടി പിടിക്കുന്ന പാടിടുമേ ഹല്ലേലൂയാസ് പാടിടുമേ സാത്താന്റെ തലയെ സാത്താന്റെ തലയെ സാത്താന്റെ കോട്ടകൾ തകർത്തുവല്ലോ അവനെ കത്തിയല്ലോ സാത്താന്റെ കോട്ടകൾ തകർത്തുവല്ലോ അവനെ പറയാൻ നിന്റെ ശത്രുക്കളെ തകർക്കാൻ പോവുകയാണ്. ആരൊക്കെ നിനക്കെതിരെ നിന്നാലും ഇസ്രായേലിൽ വന്നത് അവർക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകർക്കത്തിന്റെ ശത്രുക്കളെ ദൈവം തകർക്കും. ഇന്ന് പകർക്കൽ കഥ പറയാൻ പറയുന്നു, നിനക്കെതിരെ പോരാടുന്ന ശത്രുക്കളെ എന്റെ ദൈവം തകർക്കും. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി, ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. ദുഷ്പരിഹാരിക്ക് ദൈവത്തിന്റെ കര ബലപ്പെടുകയാണ്. നിന്നെ തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകും, നിന്നെ തകർക്കാൻ നോക്കുന്നവർ തകർന്നു പോകും. ഈ നിന്റെ ശരിയാടിയേക്ക് മാറ്റാം. ആ ദേശത്തിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ദൈവങ്ങളെ ഉയർത്തി വാങ്ങിക്കുക. ശത്രുക്കളെ ദൈവം തകർക്കുക. ഏലിയാവിന്റെ ശത്രുക്കളെ ദൈവം തകർത്തതുപോലെ നിന്റെ മകൾക്കാണ് ദൈവം പറയുന്നു, നിന്റെ ശത്രുക്കളെ ദൈവം തകർക്കും. ഓ നിന്റെ മകന്റെ ജോലിക്ക് കഥ പറയാൻ പറയുന്നു, നിനക്കെതിരെ ഭാരപ്പെടുത്തുന്നവരെ കഥ തകർത്തിട്ട് ദൈവം വലിയ ജയത്തെ തരാൻ പോവുകയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറാൻ പോവുകയാണ്. അടുക്കൽ വരാൻ പോവുകയാണ്. നിന്റെ ശത്രുക്കളെ തകർക്കാൻ പോവുകയാണ്. എല്ലാ ഭയങ്ങളും മാറുകയാണ്. നിന്റെ മകൾക്കാരെ പലിശക്കാരെ നിമിത്തമുള്ള ഭയം ഇപ്പോൾ മാറിപ്പോവുകയാണ്. ഓ പലിശക്കാരെ നിമിത്തമുള്ള ഭയം നിമിത്തം കിടന്ന ഉറക്കമില്ലാത്ത അവസ്ഥകൾ മാറുന്നു. രാത്രി കിടന്ന ഉറക്കമില്ലാത്ത അവസ്ഥകൾ മാറുന്നു. കടക്കാർ നിമിത്തം രാത്രി കിടന്ന ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഇന്ന് മകൾക്കാരെ മാറുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ജോലികളിൽ പെടുകയാണ്. ഇപ്പോൾ സ്വർഗ്ഗമിറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇന്ന് മകൾക്കാരെ പുഷ്പരാജിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. നീരാജിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ഇപ്പോൾ തമിഴ്നാടിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. ഇന്ന് മകൾക്ക് വീണ്ടും എല്ലാം പ്രശ്നങ്ങൾ ഇന്ന് മകൾക്ക് ദൂതന്മാർ ഇറങ്ങി അഴിഞ്ഞു മാറ്റുകയാണ്. മരിക്കാൻ വരുന്ന ഏലിയാവ്
ഏലിയാവിനെ തേടി ദൂതൻ ഇറങ്ങിയതുപോലെ ഇന്ന് മക്കൾക്ക് അടുക്കലേക്ക് സ്വർഗ്ഗത്തിലെ ദൂതൻ ഇപ്പൊ ഇറങ്ങുന്നു. ഏലിയാവ് പറഞ്ഞു എഴുന്നേൽക്ക് തിന്നുക കുടിക്കുക എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ദൂതന്മാർ അടുക്കൽ ഇറങ്ങി ആ സാധനം എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. ഇപ്പോൾ ദൂതന്മാർ കട്ടിൽ ഇറങ്ങുകയാണ്. ആ കിടക്കയിൽ ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ദൂതന്മാർ ഇറങ്ങി സാധനം എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. ദൈവത്തിന്റെ ശക്തി നൽകുന്നു. ദൈവത്തിന്റെ ശക്തി ഇന്ന് മകൾക്ക് അതിന്റെ മേൽ പിശാചിന്റെ കെട്ടെല്ലാം കൊണ്ടു അഴിയുന്നു. നിന്നെ തകർക്കാൻ നിന്റെ വീട്ടിൽ മരണം കാണാൻ പിശാചിന്റെ കെട്ടെല്ലാം കൊണ്ടു ഇപ്പോഴത്തെ അഴിയുന്നു. ഇപ്പോഴത്തെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കര ഇന്ന് മകൾക്കായി ചെറുക്കട്ടെ കടലിലെത്തിച്ചവരെ ചൊരുക്കെ ഭയങ്കരമായ ദൈവമകത്തെ വെളിപ്പെടുകയാണ്. ജോർജ് ഇപ്പോഴത്തെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഭയങ്കര ജോലി നൽകിയാൽ ഏലിയാവിന്റെ ദൈവം ഇറങ്ങിയത് പോലെ ഇന്ന് മകൾക്ക് നിന്നെ തകർക്കുന്നവരെ ദൈവത്താക്കൾക്ക് ഏലിയാവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വന്നവരെ സ്വർഗ്ഗത്തിൽ തീ ഇറക്കി ദഹിപ്പിച്ചത് പോലെ ഇന്ന് മകൾക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന പിശാചിനെ ദൈവം തകർക്കുക. ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി പിടിച്ചു കെട്ടി കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി വന്നവരെ ദൈവം തകർത്തതുപോലെ ഇന്ന് മകൾക്കെതിരെ നിങ്ങളെ തകർക്കാൻ തോന്നുന്നവരെ എന്റെ ദൈവ സ്വർഗ്ഗത്തിലെ തീയിറക്കി കത്തിക്കുകയാണ്. സകല പിശാചിനെ കത്തിക്കുകയാണ്. നിരക്കെതിരെ മന്ത്രവാദികൾ അഴിയുന്നു. പൈസായി കെട്ടിമാറുകയാണ്. ഇന്ന് മകൾക്കെതിരെ കത്തുന്നു. നിരക്കെതിരെ പിശാചി കെട്ടികൾ കൊട്ടുന്നു. ഇന്ന് മക്കൾക്കെതിരെ പിശാചി കെട്ടികൾ കൊട്ടുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ തീ കത്തുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ഏലിയാവിന്റെ ദൂതന്മാർ ഇറങ്ങുന്നതുപോലെ ഇന്ന് മക്കൾക്ക് നിങ്ങൾക്ക് ദൂതന്മാർ ഇറങ്ങുകയാണ്. ഇപ്പോൾ ദൂതന്മാർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ദൂതന്മാർ ഇറങ്ങുന്നു. പിന്നെ രോഗത്തിൽ തൊടാൻ ഒരു പിശാചിനെ കൂടെ പറ്റത്തില്ല. പിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഏലിയാവിനെ തകർക്കുന്ന ഈശോയെ പട്ടികൾ കടിച്ചു കൊന്നതുപോലെ പട്ടികൾ അവിടെ രക്തം കുടിച്ചതുപോലെ ഇന്ന് മകൾക്ക് നിന്നെ തകർക്കുന്നവരെ ദൈവം തകർക്കുകയാണ്. ഒരു അഭിഷേകത്തിന് വിരോധമായി അഭിഷേകത്തെ തകർക്കാൻ നോക്കുന്നവരെ ദൈവം തകർക്കുന്നു. നിന്നെ തകർക്കാൻ ദൈവം തകർക്കുന്നു. ദൈവത്തിന് ഭയങ്കര ജോലി വെളിപ്പെടുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര മുഖത്ത് മകൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ട്. ഇറങ്ങി നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തീ കത്തുകയാണ്. നിങ്ങളുടെ വീട്ടിലെ കത്തിക്കാൻ ശത്രുക്കളൊക്കെ കത്തുകയാണ്. ഏലിയാവിനെ തകർക്കാൻ വന്നവരെ ഏലിയാവിനെ പിടിച്ചിട്ടാൻ വന്നവരെ സ്വർഗ്ഗത്തിന് തീയിറക്കി കത്തിച്ചതുപോലെ ഇന്ന് ആ തീ ഇന്ന് മകൾക്കാരുടെ കത്തുന്നു. ആ ദൈവത്തിന്റെ തീ ഏലിയാവിന്റെ ശത്രുക്കളെ കത്തിച്ച ദൈവത്തിന്റെ തീ ഇന്ന് മകൾക്കാരുടെ കത്തുകയാണ്. നിന്റെ തകർക്കാൻ നിൽക്കുന്നവരെ ദൈവം കത്തിക്കുന്നു. നിന്റെ തകർക്കാൻ വരുന്ന പിശാചിനെ എന്റെ ദൈവം കത്തിക്കുന്നു. ഇന്ന് മകൾക്കാല സകല ദൈവത്തിന്റെ തീ കത്തുന്നു. നിനക്കെതിരെ തകർക്കാൻ നിൽക്കുന്നവരെ ദൈവത്തിന്റെ തീ ഇറക്കി കാത്തിരിക്കുന്നു. ഭയങ്കരമായ ദൈവമതത്തെ വെളിപ്പെടുകയാണ്. ഭയങ്കരമായ ദൈവമതത്തെ വെളിപ്പെടുന്നു. ഇറക്കി കത്തുന്നത് ദൈവത്തിന്റെ തീ കത്തുന്നു. ദൈവത്തെ ഭയങ്കരമായ ദൈവമതത്തെ വിഭവത്തെ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ തീ ഏലിയാവിന് വേണ്ടി ഇറങ്ങിയ തീ അവന്റെ ശത്രുക്കളെ തിരിക്കാൻ വന്നപ്പോൾ ആ ശത്രുക്കളെ ദഹിപ്പിച്ച ദൈവത്തിന്റെ തീ 102 പേരെ കത്തിച്ച ദൈവത്തിന്റെ തീ 102 പേരെ കത്തിച്ച ദൈവത്തിന്റെ തീ ഇന്ന് പകൽക്കാലം നിനക്കെതിരെ വരുന്ന സകല ശത്രുക്കളെ കത്തിക്കുകയാണ്. ആ ദൈവത്തിന്റെ തീ ഇന്ന് പകൽക്കാലം നിനക്കെതിരെ ചലിക്കുന്നു. അന്ന് ഏലിയാവിന്
നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഏലിയാവിനെ തകർക്കാവുന്നവരെ തകർത്ത ദൈവത്തിന്റെ തീ വിവാദനെ കത്തുന്നു. കരകളടിച്ചവരെ തുരുക്കി വിവാദനെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വിവാദനെ ചലിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഓ രാധാ അമ്മ രക്കെ നദാ. ഓ രാധാ അമ്മ രക്കെ രാധാ അമ്മ രക്കെ നദാ അമ്മ വിവാദനെ ചലിച്ച രോഗങ്ങളെ അഴുകിയാണ്. ഈ ദൈവത്തിന്റെ തീ കത്തുമ്പോൾ തന്നെ എല്ലാ രോഗങ്ങളെ അഴിയുന്നു. എല്ലാ രോഗബന്ധങ്ങൾ അഴിയുന്നു. എല്ലാ രോഗങ്ങളെ അഴിയുന്നു. എല്ലാ രോഗബന്ധങ്ങൾ അഴിയുന്നു. എല്ലാ രോഗങ്ങളെ അഴിയുന്നു. എല്ലാ രോഗങ്ങളെ അഴിച്ചു മാറുകയാണ്. ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ വിവാദനെ കത്തുന്ന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയിൽ പെടുന്നു. ഓ ജിത 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 യേശുവിന്റെ രക്തം ജയം. ഓ രാധാ 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 ലമ്മാ രക്കെ രാധാ ലമ്മാ. ഹല്ലേലൂയ ജിത ജിത യേശുവിന്റെ രക്തം ജയം. രാധാ ലമ്മാ ഹേ രാധാ രക്കെ രാധാ വിവാദനെ ദൈവത്തിന്റെ ശ്രീകത്തിന്റെ വിവാദനെ ദൈവത്തിന്റെ ശ്രീകത്തിന്റെ. ഓ ജിത 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 വിവാദന ദൈവത്തിന്റെ ശ്രീകത്തിന്റെ ദൈവത്തിന്റെ ശ്രീകത്തിന്റെ ദൈവത്തിന്റെ ശ്രീകത്തിന്റെ വിവാദന ദൈവത്തിന്റെ ശ്രീകത്തിന്റെ വിവാദന ദൈവത്തിന്റെ ശ്രീകത്തിന്റെ വിവാദന ദൈവത്തിന്റെ ശ്രീ. ഓ നീ ഒറ്റക്കല്ല എന്റെ യേശു കൂടെ ഉണ്ട്. നീ ഒറ്റക്കല്ല യേശു കൂടെ ഉണ്ട്. നീ ഒറ്റക്കല്ല യേശു കൂടെ ഉണ്ട്. പകൽക്കാലം പിശാചിന്റെ കെട്ടുകൾ പോട്ടു. നീ ഒറ്റക്കല്ല യേശു കൂടെ ഉണ്ട്. നിനക്ക് വേണ്ടി എന്റെ ദൈവങ്ങളെ ചലിപ്പിച്ച് ഒറ്റക്കല്ല. എന്റെ യേശു കൂടെ ഉണ്ട്. യേശു കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം യേശു കൂടെ നിങ്ങൾ ഒറ്റക്കല്ല. യേശു കൂടെ ഉണ്ട്. ദൈവത്തിന്റെ കര വിഭാഗന ചലിക്കുന്നു. നിങ്ങൾ ഒറ്റക്കല്ല യേശു കൂടെ ഉണ്ട്. വിഭാഗന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറികളിൽ പെടുകയാണ്. ഓ ദൈവത്തിന്റെ കര വിഭാഗന സകല ദുരാത്മാക്കളെ ആഴ്ചപ്പാടിൽ ഒറ്റക്കല്ല. നിങ്ങൾ ഒറ്റക്കല്ല യേശു കൂടെ ഒറ്റക്കല്ല. എന്റെ യേശു കൂടെ ഒറ്റക്കല്ല വിഭാഗന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറികളിൽ പെടുന്ന വിഭാഗന ഒറ്റക്കല്ല യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറികളിൽ പെടുന്ന വിഭാഗന എല്ലാ ദുരാത്മാക്കളെ വെട്ടിമാറ്റി ദുർഗുണങ്ങൾ അഴിഞ്ഞു മാറുന്ന വിഭാഗന ദുരാത്മാക്കളെ അഴിഞ്ഞു സകല പിശാചിനെ വെട്ടിമാറ്റി എല്ലാത്തിനെ അഴിഞ്ഞു മാറി ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറികളിൽ പെടുന്ന വിഭാഗന സ്വർഗ്ഗത്തിൽ ഇറങ്ങിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറികളിൽ പെടുകയാണ്. സ്വർഗ്ഗത്തിൽ ഇറങ്ങിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ഗ്ലോറികളിൽ പെടുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി എന്റെ പകൽക്കാലം എന്റെ യേശു നിങ്ങളുടെ കൂടെ. ഒറ്റക്കല്ല യേശു കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങൾക്ക് ചോദിക്കാൻ പറയാൻ ഒരാളുണ്ടായിരുന്നു. ഏലിയാവിനുണ്ടായിരുന്ന പോലെ ഏലിയാവിന്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല. ഒരു രാജ്യം മുഴുവൻ ഇറങ്ങി വന്നാലും ഒരു രാജാവ് ഇറങ്ങി വന്നാലും നീ ഒറ്റക്കല്ല. നിന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. നിന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. നിങ്ങളുടെ കൂടെ എന്റെ ദൈവമുണ്ട്. എന്റെ മകൾക്കാലം സ്വർഗ്ഗം ഇറങ്ങി പണ്ട് ആ ദൈവത്തിന്റെ കാലം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. വിമോചന സ്വർഗ്ഗം ഇറങ്ങിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്റെ മകൾക്കാലം യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല. ഞാൻ പറയാം, പ്രിയപ്പെട്ട അഭിഷേകത്തിനെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി വന്നവരെ സ്വർഗത്തിന്റെ തീയിറക്കി ദഹിപ്പിച്ചതുപോലെ ഇന്ന് തകർക്കുന്നതെല്ലാം ഇപ്പൊ കത്തുകയാണ്. ഇനി എത്ര ലക്ഷം വന്നാലും എത്ര കോടികൾ വന്നാലും നിന്റെ ദൈവത്തിന് പ്രശ്നമില്ല. എല്ലാം കത്തുകയാണ്. എല്ലാം കത്തുകയാണ്. നീ ആരാണെന്ന് ദൈവം തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ ഓരോ ദിവസം മന്ത്രവാദം ചെയ്യുമ്പോൾ
നിന്നെ തകർക്കാൻ അവർ കൂട്ടിക്കെട്ടുണ്ടാക്കുമ്പോൾ നിന്റെ രോമത്തിൽ പോലും തൊടാതെ ദൈവം കാക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന്റെ മകളെന്ന്, നീ ദൈവത്തിന്റെ മകനെന്ന് എന്റെ ദൈവത്തിനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പിശാചിനെ തൊടാൻ പറ്റാത്ത ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അത്ഭുതമായി മാറട്ടെ, അവർ അതിശയമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ബോധന ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുതക്കാരോട് വ്യാപരിച്ച യേശുവിന്റെ നാമത്തിലപ്പ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതമായി മാറട്ടെ, ഇവർ അതിശയമായി മാറട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവെക്കുന്നു. ബോധന യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവെക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവെക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രവെക്കുന്നു. ബോധന അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. സ്വർഗമെന്ന് ഇറങ്ങി ഇപ്പോൾ തന്നെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വയ്ക്കുന്നു. നിങ്ങളുടെ അത്ഭുത കരം ചലിക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരണം. ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരണം. ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരണം. യേശുവിനെ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമം വിവാദം, 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 യേശുവിന്റെ നാമം. എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിവാദം കർത്താവിന്റെ നാമത്തെ അവരെ അനുഗ്രഹിച്ചപ്പോൾ സകല പിശാചിനെ വേട്ടയുമാണ്, ദുരാത്മാവിനെ വേട്ടയുമാണ്. സകല പിശാചിനെ തകർക്കുന്നു. കർത്താവ് ചെയ്തത് ഇപ്പോൾ തന്നെ രോഗികളെല്ലാം സൗഖ്യമാണ്, രോഗികളെല്ലാം സൗഖ്യമാണ്, രോഗികളെല്ലാം സൗഖ്യം. ഇപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം ചെയ്യും. രാത്രി കിടന്ന് ഉറക്കമില്ലാത്തവന്ന് കരം പിടിക്കും. രാത്രി ഉറങ്ങാൻ പറ്റാത്തവർ കാലിൽ ഇപ്പോൾ തന്നെ ഒന്ന് കരയിട്ടിട്ട് രാത്രി ഉറങ്ങാൻ മുമ്പിലോട്ട് വരാൻ പറ്റും. കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവെ ആരോ പറഞ്ഞ വാക്കുകൾ നിമിത്തം, ആരോ പറഞ്ഞ വാക്കുകൾ നിമിത്തം, അത് ചിന്തിച്ച് പ്രശ്നങ്ങൾ നിമിത്തം ചിന്തിച്ചിട്ട് രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയെല്ലാം മാറിപ്പോണം. ഫ്രീ ആയി രാത്രി സുഖമായിട്ട് ഉറങ്ങണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം വെളിപ്പെടണം, പരിപൂർണ്ണ സൗഖ്യം വെളിപ്പെടണം, പരിപൂർണ്ണ സൗഖ്യം വെളിപ്പെടണം, പരിപൂർണ്ണ സൗഖ്യം വെളിപ്പെടണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് തൊട്ടതിനായി ഞാൻ തൊട്ടതിനായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുതക്കാരെ ഇപ്പോൾ തന്നെ ചലിച്ചു നിന്നാണ് യേശുവിൻ നാമത്തിൽ പിതാവേ. ആ ഭയമെല്ലാം വിട്ടുമാറും, ഭയം മാറണം, ഭയം മാറും. കടക്കാരെ കൊണ്ടുള്ള ഭയം മാറണം, ഭയം വിട്ടുമാറണം. ഫ്രീ ആവാൻ യേശുവിൻ നാമത്തിൽ പിതാവേ. ഇപ്പോൾ അതിന്റെ അനുഗ്രഹം രാത്രി കിടന്ന ഉറക്കമില്ല, മക്കളെ കുറിച്ചുള്ള ആദി അതെല്ലാം മാറട്ടെ, മക്കളെ കുറിച്ചുള്ള വിഷമെല്ലാം മാറട്ടെ, മക്കളെ കുറിച്ചുള്ള ആദ്യ നിമിത്തം കർത്താവെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറാൻ കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ബോധനത്തിന് അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിനെ അവർക്ക് അത്ഭുതം ചെയ്തതെന്നാണ് യേശുവിൻ നാമത്തിൽ കഥകളും എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കഥ രാത്രി ഉറങ്ങാൻ കഴിയാൻ ഭാരപ്പെട്ട എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. രാത്രി സുഖാരമുള്ള എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറണം. കർത്താവെ നടുവേദന എല്ലാം മാറണം, നടുവേദന ഭാരപ്പെടുന്നതെല്ലാം ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ. കാലിൻ്റെ വേദന ഭാരപ്പെടുന്നതെല്ലാം സൗഖ്യം, കാലുവേദന എല്ലാം വിട്ടുമാറണം. നടക്കാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നുണ്ടെന്ന് കരണ്ട് പിടിക്കുക. നടക്കുമ്പോൾ നല്ല കാലുവേദന ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ അവിടെ കാലുവേദന എല്ലാം മാറണം. ഇപ്പോൾ തന്നെ കർത്താവ് ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കണം. എൻ്റെ കാലുകളെല്ലാം മാറണം. എൻ്റെ കാലുവേദന ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിന് സൗഖ്യമാവാൻ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ കാലുകളെല്ലാം വിട്ടുമാറണം. യേശുവിന്റെ നാമത്തിൽ ബ്ലസ്സിയെല്ലാം മാറട്ടെ. കർത്താവ് യൂട്രസിലെ മുഴകളെല്ലാം അപ്രത്യക്ഷമാണ്, തൈറോയിഡുകൾ മാറട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാവട്ടെ, സകല രോഗങ്ങളെ വിട്ടുമാറട്ടെ. കത്രീനമ്മയെ അനുഗ്രഹിച്ചു വേണം ക്യാൻസർ മാറിപ്പോകട്ടെ. വരുന്ന സൗഖ്യത്തെ കർത്താവ് കൊടുത്തതിനെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബോസ്കോ സാർ ഏതിന് നടക്കട്ടെ. ഇപ്പോൾ തന്നെ ദൂതനെ അവിടെ അയച്ചതിന് നന്ദി. ഏലിയാവിന് കർത്താവ് 40 ദിവസവും 40 രാവും 40 പകലും ദൈവം നടത്തിയതുപോലെ ഇപ്പോൾ തന്നെ ദൂതനോടെ ഇറങ്ങി സാറിന് തട്ടി എഴുന്നേൽപ്പിക്കണം. ആ കാല് തളർന്നു കിടക്കുന്ന കാലിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. സാർ എഴുന്നേറ്റ് നടക്കട്ടെ. നിങ്ങളുടെ അമ്മയ്ക്കിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കാല പൊട്ടലെല്ലാം മാറി അമ്മ എഴുന്നേറ്റ് ഓടി നടന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വരട്ടെ, പ്രാർത്ഥനയ്ക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്തു. ക്രിസ്ത്യൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്തു. ശ്വാസമുള്ള പ്രശ്നം ഉണ്ടായിപ്പോ ഇപ്പൊ അതിപ്പോ ഇനി ശ്വാസം ഉണ്ടാവും.
ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമം കൃഷ്ണന്റെ ദൈവശക്തിയായിട്ട് സൗഖ്യത്തിനായി സ്തോത്രം. ശ്വാസം ഉണ്ടാവുന്നു, ക്ഷമ ഉണ്ടാവുന്നു, എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആശീർവാദങ്ങളുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവിന്റെ പരിശുദ്ധ സംസർഗം കൂട്ടായി ഇന്ന് വേലയിപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എത്രത്തോളം ഞാൻ വിശ്വസിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. യേശുവേ, God bless you. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.